ഇതാണ് നമ്മളെ ഡൽഹി വരെയുള്ള കമ്പനി. ഇവിടെ നമ്മൾക്ക് ഒരു വണ്ടി തരും, നമ്മളെ ആയിട്ട് പൂനെക്കാണ് അന്നത്തെ ട്രിപ്പുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഇത് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടിയിട്ട് പമ്പ് പോകും. ഇപ്പോൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ച് ഹാർഡ് ബ്ലൂ മാർക്കോളും. ഹാർഡ് ബ്ലൂ പിന്നെ നമ്മളെ കമ്പനി തന്നെ ഉണ്ട്, അത് പിന്നെ വിഷയമില്ല. നമ്മളൊന്ന് അടിക്കും, പിന്നെ എണ്ണ ഫുള്ളാക്കിയിട്ട് പിന്നെ നമ്മളെ മെയിൻ്റെനൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ്റെനൻസ് കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി ഡോക്ക് ഇത് വെക്കുകയാണ്, സീലടിക്കാറുണ്ട്. ഫുൾ ലോഡാണ്, പെട്ടെന്ന് സീലടിക്കണം. സീലടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാണ്ട് അത് പുറകേറും. ഓ വണ്ടി ആദ്യം മെയിൻ്റെനൻസിൽ പോയിട്ട് നമ്മൾ ഫുൾ ചെക്ക് ചെയ്യും, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്കും ലൈഷോട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരാം. കഴിഞ്ഞിട്ട് സീലടിച്ചത്, അപ്പോൾ നമ്മൾ സീലടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു ചെക്കിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സീലടിച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോഴും ഇങ്ങനെ ഒരു വീടെടുത്ത് നല്ലതാണ്. വണ്ടീൻ്റെ സൈഡിൽ തട്ടലും പിളകീറല് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതാണ്, വീഡിയോ എടുക്കുന്നത് എത്രയും നല്ലതാണ്. അങ്ങനെ നമ്മളത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ സീലിങ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ എത്തുമ്പോൾ ഒരു വിഷയമാണ്, പൂനെയിലെ എത്തുമ്പോൾ ഒരു വിഷയമാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ഈ മഞ്ഞ കളറിലെ കാണുന്നുണ്ടല്ലോ ടോപ്പുമാരി, അതാണ് സീലിങ്. അവിടെ നിന്ന് ഇനി ഒരു പൊട്ടിക്കുക ചെയ്യാം. അപ്പം അതൊക്കെ നമ്മൾ നോക്കേണ്ടത്. വണ്ടി മൊത്തം റെഡിയാവാൻ നോക്കണം. നമ്മളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി നേരെ ഇവിടുന്ന് ഇറക്കി പോവാം. ഇപ്പോൾ നേരം നമ്മൾ 2 മണിക്ക് എത്തിയെന്ന് വെച്ച് ഇവിടുന്ന് ഇറക്കുമ്പോൾ തന്നെ 6:30 കഴിഞ്ഞു പോകാം. പരിപാടി ഇങ്ങനെയൊക്കെ ചെക്കിങ്ങും വണ്ടിയും ഒക്കെ കൂടെ കഴിഞ്ഞ് ബുധന നമ്മൾ ഇറങ്ങിയപ്പോൾ 6:30. അപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞു, കമ്പനിയിൽ നിന്ന് വണ്ടി ഇറക്കി നേരെ പോയിക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് പൂനെ. പൂനെക്ക് പൂനെറ്റ് നമ്മൾ ദേവനഹള്ളി, ഹോസ്കോട്ടെ, ബാംഗ്ലൂർ, അവിടുന്ന് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ അപ്പം നമ്മൾ ഇനി ഉച്ചയ്ക്ക് വരും. ഇപ്പോൾ ഉച്ചയായി, നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഫുഡൊക്കെ പോയി, അതൊന്നും കഴിച്ചില്ല. ഒരു ചായ വയ്ക്കുന്ന കുടിച്ചിട്ടിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇപ്പോൾ ഫുള്ള് ഇൻ്റർവെല്ലിൽ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഹോട്ടല് ഒരു ചെറിയൊരു ഹോട്ടലാണ്, കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയാണ്, നല്ല രസമുണ്ട്. അവിടുന്ന് നേരെ വിട്ടു, അവിടുന്ന് വിട്ടു ഫുള്ള് ഇതേപറ്റി മലയോരം ഏരിയകളാണ്. ഫുള്ള് വിൻഡുമില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാട് പോലെയൊക്കെ ഏരിയയാണ്. അപ്പോൾ നമ്മൾ പൂനെയിൽ എത്തി. പൂനെയിലെത്തിയത് ഇപ്പം നമ്മൾ ഡോക്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞവരെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടെയ്നർ ഇറക്കാൻ പറഞ്ഞു. ക്ലിപ്പ് ചെയ്യാൻ വന്നു. അപ്പം അങ്ങനെ പറഞ്ഞ് ക്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ. അതിൻ്റെ ആദ്യം എയറിൻ്റെ ലൈറ്റ് ഇതൊക്കെ ഊരിയിട്ടാണല്ലോ ക്ലിപ്പ് ചെയ്യാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. കുറച്ച് പണിക്കുണ്ട്, ഫുള്ള് ചളിൻ്റെ ഒരു ഗ്ലൗ എന്തായാലും പുറത്താണ്, അങ്ങനത്തൊക്കെ പണിക്കായിരുന്നു. കയ്യും കാലൊക്കെ ആകെ ഇറപ്പം, ഫുള്ള് ഗ്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ വണ്ടി ഫുള്ള് ചളിയായിരിക്കും. പിന്നെ ക്ലിപ്പ് ഊരണപ്പോൾ കുറച്ച് ടൈറ്റാണ്, കുഴപ്പമില്ല, ലൈറ്റ് ഊരി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഇത് കയറ്റിറങ്ങി പോകും. ഇവിടുന്ന് ഈ ഫുൾ ലോഡ് വണ്ടി ഇവിടെ ഇറക്കും, മറ്റേ വേറെ അടുത്ത ലോഡ് ആയിട്ട് നമ്മൾ ബാംഗ്ലൂർ ചെയ്തിട്ടാണ്. അപ്പം അത് അവിടെ എടുക്കും. ഇതിപ്പോൾ അവിടുന്ന് ഇപ്പോൾ രാത്രിയാണ് നമുക്ക് അടുത്ത് കിട്ടിയത്. കഴിഞ്ഞപ്പോൾ ക്ലിപ്പിങ് ചെയ്യണം. രാത്രി ഇതുപോലെ 11 മണി, 11:45 വയ്ക്കും. 11 മണിക്കാണ് നമുക്ക്, 11 മണിക്കാണ് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടുന്ന് മുമ്പിലാണ് പിന്നെ നമുക്ക് വണ്ടി എണ്ണ മോഷണം ഒക്കെ ഉണ്ടായതും ഒക്കെ. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു വർക്ക് വന്നപ്പോൾ നിർത്തിയതാണ്. ഈ വണ്ടി ശരിക്കും നിർത്താൻ പാടില്ല. ഇതാണ് നമ്മൾ വണ്ടി നിർത്തിയത്. അവിടെ നിർത്തി ഉറങ്ങിയതേനും. ഇപ്പോൾ എണ്ണക്കാലം അടിച്ചുകൊണ്ടുപോയി, സെൻസറിൻ്റെ അത് ഊരി ആയിക്കോട്ടെ ഫുള്ള് കുറ്റി. 20,000 റുപ്യേൻ്റെ എണ്ണ പോലെ കട്ടത്, അത് പൊട്ടിപ്പോകും.
ഇതാണ് പിന്നെ കള്ളന്മാർ വന്നത്. മോനായ അടുത്ത ഹോട്ടലിലെ CCTV ഒരു 4-5 സംഘം ഉണ്ടായിരുന്നു. വന്നു. പിന്നെ കന്നാസ് ഇവിടെ നിന്ന് അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങി പെട്രോളും ഒഴിച്ചു. വർഷമൊക്കെ നാളെ വന്നു. അപ്പം കൂടെ കുടുങ്ങി. പിന്നെ തൽക്കൊരു 1000 റുപ്യേൻ്റെ കൂലി കൊടുത്തു. അവിടുന്ന് വേറെ 10,000 റുപ്യേൻ്റെ എണ്ണ വൈകാൻ വണ്ടി ഒഴിച്ചു. ഞങ്ങളാദ്യം കുറേ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ റെഡി ആയില്ല. അപ്പം ആ എൻജിൻ്റെ അടുത്തുള്ള ഇതൊക്കെ ഊരിക്കാണ്ട് പിന്നെ ബെല്ലാം അമ്മയ്ക്ക് പിന്നെ അവയെ MC-യിലൊക്കെ ഒക്കിച്ച് ഷാറാക്കി. പിന്നെ നേരെ തിരിച്ചു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഇടങ്ങാറായി. എന്തായാലും കഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ കൊടുങ്ങാൽ നമുക്കൊന്നും ആദ്യമായിട്ടുള്ളൊരു അനുഭവം കൂടി ആയതുകൊണ്ടും കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ ലോറി പരിപാടിയിലുള്ള കാര്യങ്ങളാണ്. ഈ അഥവാ ഇപ്പം നിർത്തി കഴിഞ്ഞാൽ അങ്ങനത്തെ അതൊക്കെ സഹിക്കേണ്ടി വരും. മഹാരാഷ്ട്ര എന്നാൽ വെറും മോശം സ്ഥലമാണ്. ഭയങ്കര മോശം സ്ഥലം. അല്ലാത്തവരാണ് ബൈക്ക് വൈസ്. പിന്നെ ഇവിടുത്തെ ഈ പണിക്കാരുണ്ടല്ലേ, വില പറയാതിരിക്കാൻ പറ്റില്ല. വിളിച്ച് 10 മിനിറ്റിനാകും വില വന്നു. ഒരു കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞെങ്കിലും നമ്മളെ ഒന്നും കൂടി തന്നെ നമ്മൾ കുടുങ്ങി ഇങ്ങനെ പോകാനുള്ളതാണ്. അർജൻറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തിരക്കും പോയി മാറ്റി വെച്ച് വേഗം നമുക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വന്നു. ടെൻഷനകത്ത് തന്നെ ഒരു വന്ന് പരിപാടിയൊക്കെ റെഡി. ഇപ്പം എന്തായാലും അതിന് പറഞ്ഞായിരുന്നു ആൾക്കാരും കുഴപ്പമില്ല. കള്ളന്മാർ ഇതിനായിട്ട് നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഉറക്കണവരൊക്കെ പറയാ ലോറിയും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. വലിയ വലിയ സെക്യൂരിറ്റിമാരുള്ളത് അവരൊക്കെ നിർത്താൻ പാടുള്ളൂ. നമ്മൾ നിർത്തിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് വൃത്തി റോഡും കാര്യങ്ങളൊക്കെ നല്ല വലിയ അടിപൊളി റോഡാണ്. എന്തായാലും തട്ടും കാര്യങ്ങളൊക്കെ കുറവാണ്. ഫുൾ ഡീറ്റാണ് എന്തായാലും. നമ്മളവിടെ മാരി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. നല്ല ഉഷാറാണ്. അപ്പോൾ വലിയ ഒരു മല കയറി വന്നത്. ആ മലേൻ്റെ വീട്ടിലെത്താൻ പറ്റിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പിന്നെ അങ്ങനെ പോയി ഇറങ്ങി വന്നപ്പോൾ ഞാൻ നോക്കിയതാ. അല്ല എന്തായാലും ഉഷാറായി. അവിടെ നിന്നൊക്കെ തിരിച്ചു പോന്നു. ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂരിൽ തിരിച്ചെത്തി. അപ്പോൾ ഏറെക്കുറെ എത്ര അതിനുള്ളൂ നമ്മളെ വീഡിയോ.